ഹായ് മക്കളെ, എന്തായി? വീട്ടിലിരുന്ന് കളിച്ച് ചിരിച്ച് ഉഷാറായിട്ടിരിക്കുകയല്ലേ? കൊറോണ എന്നൊക്കെ കേൾക്കുന്നില്ലേ എവിടെയെങ്കിലൊക്കെ? സാറല്ല. പേജ് നമ്പർ 23 നിങ്ങളുടെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പേജ് നമ്പർ 23 എടുക്കുക. അതിൽ ആക്ടിവിറ്റി 5 പറയുന്ന വാചകമുണ്ട്. ഒന്നാമത് അണ്ടർലൈൻ ചെയ്ത വാചകങ്ങളൊക്കെ ഞാനിവിടെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ മൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. മൈ ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ. ഹിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അവൻ്റെ എന്നാണ് എന്ത് ചെയ്യണത് പറയുന്നത്. ഇതൊക്കെ ഒരു ഓണർഷിപ്പ് കാണിക്കുകയാണ്. നമ്മുടെ പൊസസീവ്നെസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ സ്വന്തമായിട്ട് കാണിക്കുകയാണ്. മൈ ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ, അതാണ് അവിടെ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. നമ്മളെ സ്വന്തമായിട്ടുള്ളതല്ലേ, അതുകൊണ്ട്. ഹേർ എന്ന് പറഞ്ഞാൽ അവളുടെ, നേരെ അതിൻ്റെ താഴെ തന്നെ ഹിസ് അവൻ്റെ, ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഇറ്റ്സ് പറഞ്ഞാൽ ഇതിൻ്റെ, ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ. അപ്പോൾ അത് കണ്ടില്ലേ നിങ്ങളിത്? അത് കണ്ടത് നിങ്ങളിവിടെ എഴുതി കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ വാക്കും എന്താ പറയുക, നല്ലോണം ബോൾഡാക്കി വെച്ചിട്ടുണ്ട്. ആ വാക്കാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. മനു സെഡ്, മനു അടുത്ത പേജ് നോക്കൂ, 24ാമത്തെ പേജിൽ കേട്ടോ. മനു സെഡ്, മനു പറയണം, മോം ഐ ആം ഗോയിങ് ടു വാഷ്, ഞാൻ വാഷ് ചെയ്യാൻ പോവുകയാണ്. മോം ഐ ആം ഗോയിങ് ടു വാഷ്, ആരെ ഹാൻഡ്സ്? എൻ്റെ അല്ലേ. അപ്പോൾ എൻ്റെ എന്നുള്ളതിൽ എന്താ പറയുക, മൈ. അപ്പോൾ ഐ ആം ഗോയിങ് ടു വാഷ് മൈ ഹാൻഡ്സ്. മദർ സെഡ്, അമ്മ പറഞ്ഞു, യു ആർ എ ഗുഡ് ബോയ്, നല്ല കുട്ടിയാണ് ഈ. ഷീ കിസ്ഡ് മനു, അവൾ എന്ത് ചെയ്തു, കിസ്ഡ് ഉമ്മ വെച്ചു മനുവിനെ, മനുവിൻ്റെ എവിടെ, ഹിസ് ചീക്ക്, ചീക്കറ കവിള്. അപ്പോൾ അവൻ്റെ കവിളിൽ, അതുകൊണ്ട് അവൻ്റെ എന്നുള്ളതിൽ എന്താ പറയുക, ഹിസ്. മനു ഡു യു തിങ്ക് ഓൾ, മനു എടാ നിൻ്റെ ഫ്രണ്ട്സ്, നിൻ്റെ എന്നുള്ളതിൽ എന്താ പറയുക, യുവർ ഫ്രണ്ട്സ് വാഷ് എന്ത്, ദെയർ ഹാൻഡ്സ്, അവരുടെ കൈകൾ. നിൻ്റെ ഫ്രണ്ട്സ്, എടാ നിൻ്റെ ഫ്രണ്ട്സില്ലേ, ആ നിൻ്റെ ഫ്രണ്ട്സ് അവരുടെ കൈകൾ. അപ്പോൾ അവരുടെ എന്നുള്ളതിൽ എന്താ പറയുക, ദെയർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്, ഭക്ഷണത്തിന് മുമ്പ് ശരിയാക്കാറുണ്ട്. മദർ ആസ്ക്ഡ്, യെസ് ദേ ഓൾ വാഷ്, അവരെല്ലാവരും വാഷ് ചെയ്യലുണ്ട്. ദെയർ ഹാൻഡ്സ്, അവരുടെ കൈകൾ, ബിഫോർ ദേ ഈറ്റ്, അവർ കഴിക്കുന്നതിന് മുമ്പ്. ഡു യുവർ ടീച്ചർ ആസ്ക് യു ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ലൈക്ക് ദിസ്, നല്ല ഹാബിറ്റ്സ് നിങ്ങൾക്ക് എപ്പോഴും വേണം. മദർ ആസ്ക്ഡ്, മദർ ചോദിക്കുകയാണ്. യെസ്, നമ്മുടെ സയൻസ് ടീച്ചർ എപ്പോഴും പറയലുണ്ട്. അപ്പോൾ നമ്മുടെ എന്നുള്ളതിന് എന്താ പറയുക, അവർ സയൻസ് ടീച്ചർ. അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്, അവർ സയൻസ് ടീച്ചർ ഓൾവേസ് ടെൽസ് അസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്. ഷീ ടെൽസ് അസ്, അവൾ നമ്മളോട് പറയുന്നു, ദ സ്റ്റോറി, അവരുടെ മകൻ്റെയും മകളുടെയും, അല്ലേ, അവളുടെ എന്നല്ലേ, അവളുടെ എന്നുള്ളതിന് എന്താ പറയുക, ഹെയർ സൺ ആൻഡ് ഡോട്ടർ സെഡ് മനു. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ഐ മസ്റ്റ് കൺഗ്രാറ്റുലേറ്റ്, ആ ടീച്ചറെ ഞാൻ എന്തായാലും തീർച്ചയായും അഭിനന്ദിക്കുന്നു. അപ്പോൾ അവളെ എന്നുള്ളതിന് എന്താ പറയുക, ഹെയർ. മദർ സെഡ് എവരിബഡി ലൈക്സ് ഹെയർ, മനു പറയുകയാണ് എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ എന്നുള്ളതിന് എന്താ പറയുക, ഹെയർ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ആനും ദായും. ഇപ്പോൾ ഇതിൽ ആക്ടിവിറ്റി 6 ഒരു മിറർ എന്ന് പറയുന്ന ഒരു പാസേജിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതിൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ദായും ഉണ്ട്, ദിയും ഉണ്ട്. ദാ എന്നും പറയും, ദി എന്നും പറയും. ബിഫോർ വവ്വലുകളിലെ എ ഇ ഐ ഒ യു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എ ഇ ഐ ഒ യു വവ്വൽ സൗണ്ടുകൾ. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയില്ലേ, ഓറഞ്ച്, അല്ലെങ്കിൽ വേണ്ട ആപ്പിൾ പറയില്ലേ, ആപ്പിൾ. അപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ ദി ആപ്പിൾ എന്ന് പറയാം, ദി എന്ന് പറയാം, ദ എന്ന് പറയില്ല. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, കഗ ഗ ഗ ചച്ച ജന്തഞ്ഞ യാറ ലവശ സഹള യറ, ക ഗ ഗ ഗ ച ച ച ച ജാന്ത ഞായാര ലാവ, അങ്ങനെ കേട്ടിട്ടില്ല നിങ്ങൾ? ആ പറയുന്നതിൻ്റെയൊക്കെ മുമ്പ് നമ്മളെന്താ പറയുക, ദ എന്നാണ് പറയുക. വവ്വൽസിന് മുമ്പ് എന്താ പറയുക, ദി എന്നാണ് പറയുക.
ഓക്കെ. പിന്നെ നമ്മൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുമ്പോഴും ദി തന്നെ പറയാം. ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ദ ക്യാപ്റ്റൻ ഓഫ് CSK, അതായത് ചെന്നൈ സൂപ്പർ കിങ്സ്. സംഭവം മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, വൗവലിന് മുമ്പ് എപ്പോഴും എന്താണ് ഉപയോഗിക്കുക, ദി ആണ് ഉപയോഗിക്കുക. കോൺസണൻറ്റുകൾക്ക് മുമ്പ് എന്താണ് ഉപയോഗിക്കുക, ദ ആണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. ലേശം വെള്ളം കുടിക്കട്ടെ, കുറേ നേരമായി. ഇനി അടുത്തത് എ ആൻ, പിന്നെ എന്താ പറഞ്ഞത്, ദ. ഓക്കെ. വൗവൽസിന് മുമ്പ് എ ഇ ഐ ഒ യു ഇതിന് മുമ്പ് ആൻ ആണ് ഉപയോഗിക്കുക. ഏതൊക്കെയെന്ന് ഓർമ്മിച്ച് വെക്കുക, എ ഇ ഐ ഒ യു ഇതിന് മുമ്പ് എന്താ ഉപയോഗിക്കുക, ആൻ ആണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. ഓക്കെ. അതേപോലെ കോൺസണൻസുകളില്ലേ, അതിന് മുമ്പ് എന്താ ഉപയോഗിക്കുക, എ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കൃത്യമായ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ എന്താ ഉപയോഗിക്കുക, ദ ആണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. അത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്. കൃത്യമായ ഒരു കാര്യം പറയുമ്പോഴാണ് എന്ത് ചെയ്യൽ, ദ ഉപയോഗിക്കൽ. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം. ഇനി ഒന്നാമത് നോക്കൂ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റോറി വിത്ത് എ ആൻ ഓർ ദി. അപ്പോൾ നോക്കാം. വൺ ആഫ്റ്റർനൂൺ, ഒരു ആഫ്റ്റർനൂണിൽ ഒരു കാള, ഒരു കാള എന്നുള്ളതിന് എന്താ പറയുക, ആൻ ഓക്സ്. ഓക്കെ. വാസ് ഗ്രേസിങ്, ഗ്രേസ് ചെയ്യാറ് എന്താണ്, പിന്നെ മേയുക. മേയുക മനസ്സിലായോ, പുല്ലൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ മേഞ്ഞ് നടക്കൂല, അതിന് മേയായിരുന്നു. എവിടെ, ഒരു ഫീൽഡിൽ, ഒരു പാടത്ത്, ഒരു പാടത്ത്. എ സ്മോൾ ഫ്രോഗ്, ഒരു ചെറിയ തവള. ഇൻ ദ ഫീൽഡ്, പിന്നെ അവിടെ ദ വരാൻ കാരണം എന്താ മനസ്സിലായോ, ഇവിടെ ഒരു ഫീൽഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞില്ലേ, പിന്നെ അടുത്തിൽ എന്താണ്, ആ ഫീൽഡിനെ അവിടെ പറയുന്നുള്ളൂ, വേറൊരു ഫീൽഡ് അവിടെ പറയുന്നില്ല, വേറെ ഒരു പാടവും അവിടെ എന്ത് ചെയ്യണില്ല, പറയുന്നില്ല. ഫീൽഡ് വേറെ എന്താണ്, പാടം. അപ്പോൾ ദ ഫീൽഡ് സോ, അതായത് ഒരു ഫ്രോഗ്, പാടത്തിലുണ്ടായിരുന്ന ഒരു ഫ്രോഗ്, സോ കണ്ടു. ആരെ കണ്ടത്, ദ ഓക്സ്. ആരെ കണ്ടേ, ദ ഓക്സ്. ആ കാളയെ എന്ത് ചെയ്തു, കണ്ടു. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തുടക്കമാണ്, നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഒക്കെ എന്താണ്, ഒരാളെ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ദ ഫ്രോഗ് തോട്ട്, ഫ്രോഗ് ചിന്തിച്ചു, ഐ വാണ്ട് ടു ബിക്കം ബിഗ്, എനിക്ക് വലുതാകണം. ലൈക്ക്, ആരെപ്പോലെ, ആരെപ്പോലെ വലുതാവേണ്ടേ, ലൈക്ക് ദ ഓക്സ്. ആരെപ്പോലെ വലുതാവേണ്ടത്, ആ ഓക്സിനെ പോലെ എനിക്ക് എന്ത് ചെയ്യണം, വലുതാവണം എന്നവൻ എന്ത് ചെയ്യണേ, പറയണം. അതിനുശേഷം ദ ഫ്രോഗ് സ്റ്റാർട്ടഡ് പഫിങ് ആൻഡ് സ്വെല്ലിങ്, എന്ത് ചെയ്യൽ തുടങ്ങി, വീർക്കൽ തുടങ്ങി. ആം ഐ ആസ് ലാർജ് ആസ് ആൻ ഓക്സ്, ഞാനിപ്പോൾ എന്താണ്, ആസ് ലാർജ് ആസ്, ഞാനിപ്പോൾ വലുതായി, ആസ് ആൻ ഓക്സ്, ഒരു കാളയെ പോലെ ഞാൻ എന്ത് ചെയ്തു. ഇവിടെ എന്താ, അതിനർത്ഥം എന്താണ്, പോലെ എന്നർത്ഥം. ഒരു കാളയെ പോലെ ഞാൻ എന്ത് ചെയ്തു, വലുതായി. അപ്പോൾ അവിടെ ഒരു എന്നുള്ളതിന് അവിടെ എന്താണ്, ആനാണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. നൗ ആസ്ക്ഡ് ദ ഫ്രോഗ് പ്ലീസ് ഡോണ്ട് ട്രൈ എനി മോർ, ഇനി കൂടുതൽ ശ്രമിക്കരുത്. യു ആർ ഓൺലി, നിങ്ങൾ എന്താണ്, യു ആർ ഓൺലി, നിങ്ങൾ എന്താണ്, യു ആർ ഓൺലി എ ഫ്രോഗ്, നിങ്ങളെന്താണ്, ഒരു ഫ്രോഗ് മാത്രമാണ് എന്ന് പറയുകയാണ്. യു കാണ്ട് ബിക്കം, നിങ്ങൾക്കാകാൻ പറ്റില്ല എന്ത്, ആൻ ഓക്സ്, ഒരു കാളയാകാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, പറ്റില്ല. പ്ലീഡഡ് ഹിസ് ഫ്രണ്ട്സ്, പ്ലീഡ് ചെയ്യാൻ എന്താ, അഭ്യർത്ഥിക്കുകയാണ്. ബട്ട് ദ ഫ്രോഗ് കണ്ടിന്യൂഡ് ടു പഫ് ആൻഡ് സ്വെൽ ലാർജർ ആൻഡ് ലാർജർ അൺടിൽ ഹി ഫൈനലി ബസ്റ്റ്, അവസാനം ആ ഇതെന്ത് ചെയ്തു, വലുതായി 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 അതെന്ത് ചെയ്തു, പൊട്ടുകയാണ് എന്ത് ചെയ്തത്. ദെൻ അടുത്തത് പേജ് നമ്പർ 26 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ പറ്റും. ഓക്കെ, പേജ് നമ്പർ 26. ഓക്കെ, അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആന് എപ്പോഴും എ ഇ ഐ ഒ യുവിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. പിന്നെ ആ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യം പറയുമ്പോൾ
എന്താ ഉപയോഗിക്കുക? ദ ആണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്ക്. എ പ്രൊസഷൻ. പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഘോഷയാത്ര. അതിനാണ് എന്ത് വിളിക്കുക? പ്രൊസഷൻ. കണ്ടില്ലേ? പൂരത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂരത്തിനൊക്കെ പോണ സമയത്ത് കണ്ടിട്ടുണ്ടാവും. പ്രൊസഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സെൻറ്റൻസ് തുടങ്ങുമ്പോൾ, ആദ്യത്തെ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ദ എന്ന് പറയരുത്. എന്തിനു പറയണം? എ എന്ന് പറയണം. എ മാൻ. എ മാൻ ഒരാൾ. ഈ സിറ്റിംഗ്, അയാൾ ഇരിക്കുന്നു. ഒരു എലഫൻറ്റിൻ്റെ മുകളിൽ. ഒരു എലഫൻറ്റിൻ്റെ മുകളിൽ. ആൻ ഇലഫൻറ്റ്. ആൻ ഇലഫൻറ്റ്. അപ്പോഴോ ദ മാൻ ഈസ്, അതിൽ ആ ഇരിക്കണം അതിൻ്റെ മുകളിൽ കണ്ടങ്ങൾ ഒരാൾ ഇരിക്കണില്ലേ? അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ എ എന്ന് പറയരുത്. അവിടെ എന്ത് പറയണം? ദ മാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു മനുഷ്യനെ ഇവിടെ പറഞ്ഞില്ലേ, എലഫൻറ്റിൻ്റെ മുകളിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട് പറഞ്ഞില്ലേ? അയാളെ വീണ്ടും പറയുമ്പോൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ദ മാൻ. കാരണം അയാൾ തന്നെ അല്ല എവിടെയും വരുന്നേ. എലഫൻറ്റിൻ്റെ മുകളിൽ ഒരാൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്തത് ആരെന്നെ വരുന്നത്? ദ തന്നെ വരുന്നത്. ദ മാൻ ഈസ് ഹോൾഡിങ്. എന്താണ്? അയാളെ കയ്യിൽ എന്തുണ്ട്? കുറേ അംബ്രല്ല ഉണ്ടോ? ഇല്ല, ഒരു അംബ്രല്ല. ആൻ അംബ്രല്ല. ആൻ അംബ്രല്ല. ആൻ അംബ്രല്ല ഇൻ ഹിസ് ഹാൻഡ്സ്. അയാളെ കയ്യിൽ എന്തുണ്ട്? ഫുള്ള് എന്തുണ്ട്? അംബ്രല്ല ഉണ്ട്. അപ്പോൾ ആ അംബ്രല്ല അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അംബ്രല്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ? അംബ്രല്ല മനസ്സിലായേ? കൊട. നിങ്ങൾ മറ്റേ ആനൻ്റെ മുകളിൽ കൊടയെ കണ്ടിട്ടില്ല നിങ്ങൾ? അംബ്രല്ല. ഇനിയോ ഇൻ ഹിസ് ഹാൻഡ്സ്. ഇനി ആ അംബ്രല്ല എന്ന് പറയുമ്പോൾ ഒരൊറ്റ അംബ്രല്ല അവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയണ്ടേ? ദ അംബ്രല്ല ഈസ് വെൽ ഡെക്കറേറ്റഡ്. നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മെനി മെൻ ആൻഡ് ചിൽഡ്രൻ ആർ ഫോളോവിങ്. പല കുട്ടികളും അതുപോലെ പല ആളുകളും കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? ആർ ഫോളോവിങ്. അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനെ ഫോളോ ചെയ്യണത്? ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ദ ഇലഫൻറ്റ്. ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ദ ഇലഫൻറ്റ്. കാരണം ഓൾറെഡി മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇലഫൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ഇലഫൻറ്റിൻ്റെ പരിചയമായി. പിന്നെ ഫുള്ളി നമ്മൾ എന്തിനെ ചേർക്കണ്ടേ? ദ ഇലഫൻറ്റ്. ഇങ്ങോട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സമയത്ത് ഒരു കുട്ടി ഒരു ബലൂൺ കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കുട്ടി. അപ്പോൾ എ ചൈൽഡ്. ഒരു കുട്ടി ഈസ് ഹോൾഡിങ് എയറോപ്ലെയിൻ ആണ്. ഇതല്ലേ? AEIO അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? ആൻ എയറോപ്ലെയിൻ. ആൻ എയറോപ്ലെയിൻ ഷേപ്പ്ഡ് ബലൂൺ. എയറോപ്ലെയിൻ ഷേപ്പിലുള്ള ഒരു ബലൂൺ കൊണ്ട് കുട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ദെൻ ആക്ടിവിറ്റി 6 അല്ല ആക്ടിവിറ്റി 7 പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ഏതാണ് പറഞ്ഞത്? നമ്മൾ മുമ്പ് പറഞ്ഞ വാചകങ്ങളില്ലേ? എന്നെ, ഓണ്, അറ്റ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാവൂ. നേരിട്ട് 5ാം ക്ലാസ്സിൻ്റെ വീഡിയോക്ക് പോകരുത്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാവൂ. അണ്ടർ, അപ്പ്, ഇന്ന്, ഓണ്, ഡൗണ്, ബിസൈഡ്, ഓണ്, ഇറ്റ്, ബിറ്റ്വീന്, ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ കേട്ടോ. ഫ്രമ്മും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് ഇതിന് വരിക. ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ലേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്? അർത്ഥം വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കണ്ടെത്തണം. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നോക്കുക. പേജ് നമ്പർ 28. അതിന് മുമ്പ് 27 നമ്മൾ പറയുന്നുണ്ട്. നൗ ലെറ്റ്സ് മേക്ക് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് അണ്ടർലൈൻഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. സിമിലർ വേർഡ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ പ്രിപ്പോസിഷനിൽ ഞാൻ കുറേ വാക്കുകൾ എഴുതി തന്നിട്ടില്ലേ? ആ വാക്കുകൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ കോളത്തിൽ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. അതായത് ഇന്ന്, വിത്ത്, ഇൻ ടു, ഫ്രം, ബിറ്റ്വീന്, ബിസൈഡ്സ്, ബിസൈഡ്, ഓവർ, ടുവേർഡ്സ്, അറ്റ് തുടങ്ങിയതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. പേജ് നമ്പർ 28 നോക്കുക. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഫോളോവിങ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിപ്പയർ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുകയാണ്. ചൂസിങ് പ്രിപ്പോസിഷൻസ് ഫ്രം ദ ഫോളോവിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് ഒനിയൻ. ഉള്ളി, ടൊമാറ്റോ, ചില്ലി, അറിയില്ലേ? മുളക്, കുക്കുംബർ, ഇതൊക്കെ എവിടെ നിന്ന് എടുക്കുക? വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ നിന്ന്.
വെജിറ്റബിൾ ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. വെജിറ്റബിൾ ബാസ്ക്കറ്റ് അവിടെ ഉണ്ട്, അതിൽ നിന്ന്, ഇൽ നിന്ന് എന്നുള്ളതിന് എന്താ പറയുക? ഫ്രം ദ വെജിറ്റബിൾ ബാസ്ക്കറ്റ്. ഓക്കെ. അടുത്തത് ആഫ്റ്റർ വാഷിംഗ് ദം, കഴുകുക. കീപ് ദം, അത് സൂക്ഷിച്ചു വെക്കുക. എവിടെ? ഒരു പ്ലേറ്റിൽ. ഒരു പ്ലേറ്റിൽ. ഇൽ എന്നല്ലേ? ഇൽ എന്നുള്ളതിൽ എന്താ പറയുക? ഇൻ. ഇൽ എന്നുള്ളതിൽ എന്താ പറയുക? ഇൻ. കട്ട് ദ വെജിറ്റബിൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. എങ്ങനെ? ഞാൻ പറഞ്ഞു ചലിക്കുന്ന അവസ്ഥയിൽ എന്താ ഉപയോഗിക്കുക? ഇൻറ്റു സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യുക? മുറിക്കുക. അതാണ് പറഞ്ഞാൽ കട്ട് ഇൻറ്റു എന്ത് ചെയ്യുന്നത്? കട്ട് ദ വെജിറ്റബിൾസ്. ആൻഡ് സോൾട്ട് ആൻഡ് പെപ്പർ, ഉപ്പും കുരുമുളകും എവിടെയൊക്കെ? സാലഡിലേക്ക് ഇടുക. ആഡ് എന്നല്ലേ? ആഡ് പറഞ്ഞാൽ ചേർക്കുക. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ ഉപ്പും കുരുമുളകും എവിടെയൊക്കെ? സാലഡിലേക്ക് അല്ലേ? സാലഡിലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞാൽ ടു. ഗാർണിഷ് ഇറ്റ്, എന്താണ്? കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടാവില്ലേ നമ്മളെ? മറ്റേ എന്ത് ലീവ്സാണോ നമ്മളെ, എന്താ പിന്നെ പറയുക, വേപ്പിൻ്റെ കോറിയണ്ടർ ലീവ്സുമായിട്ട് ഇത് എന്ത് ചെയ്യുക? ഒന്നിട്ട് ഗാർണിഷ് ചെയ്യുക, ഒന്നിട്ട് അളക്കുക. ഇറ്റ് വിത്ത് ആ എന്താ അത് കൊണ്ട് നല്ലേ? വേപ്പിൻ്റെ ഇല കൊണ്ട് എന്നുള്ളതിന് എന്താ പറയുക? കൊണ്ട്. വിത്ത്. സെർവ് ദ സാലഡ്, സാലഡൊക്കെ എന്ത് ചെയ്യുക? സെർവ് ചെയ്യുക. എന്തിലാണ് സെർവ് ചെയ്യുക? ഇൻ എ ബൗൾ, ഒരു ബൗളിൽ. ഒരു ബൗളിൽ എന്ത് ചെയ്യുക? അത് സെർവ് ചെയ്യുക. അപ്പോൾ എന്താ ഉപയോഗിക്കുക? ഇൻ. പോയിന്റ് കിട്ടിയോ? അപ്പോൾ ഒരു ബൗളിൽ അതെന്ത് ചെയ്യുക? സെർവ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എഡിറ്റിംഗ് ആണ്. ഇത് കിട്ടിയല്ലോ അല്ലേ? അടുത്ത ഏതാണ്? എഡിറ്റിംഗ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു സംശയം ഒരു ഇതും വേണ്ട. സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഉത്തരം എന്ത് ചെയ്യുന്നതായിരിക്കും? പറയുന്നതായിരിക്കും. ഓക്കെ. Anwar goes to meet him uncle. ഇങ്ങനെയല്ലേ പോണത്? Uncle yesterday. His uncle is a engineer. His apartment is between the post office. ഓക്കെ. പിന്നെ അവിടെ സ്ക്വയർ എന്നൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എഴുതണില്ല കേട്ടോ. പോസ്റ്റ് ഓഫീസ്. ഹിസ് അങ്കിൾ വിത്ത് ഹിസ് owned Anwar are very friendly to. Owned are very friendly to Anwar. He to be loves with his uncle's family. ഓക്കെ. നോക്കി. അൻവർ യെസ്റ്റർഡേ എന്ന എന്താർത്ഥം? യെസ്റ്റർഡേ ഇന്നലെ ആണല്ലോ. ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ, ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. അപ്പോൾ ഇന്നലെ അൻവർ എന്ത് ചെയ്തു? അവൻ്റെ അങ്കിളിനെ കാണാൻ പോയി. ഇന്നലെ അല്ലേ? ഗോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ എന്ന് പറഞ്ഞാൽ പോകുക. ഗോസ് എന്ന് പറഞ്ഞാൽ പോകുന്നു. ഇവിടെ എന്താ നമ്മൾ പറയേണ്ടത്? അൻവർ ഇന്നലെ പോകുന്നു എന്നാണോ പറയേണ്ടത്? അല്ലല്ലോ. അൻവർ ഇന്നലെ പോയി എന്ന് പറയുമ്പോൾ എന്താ എഴുതുക? വെൻറ്റ്. അപ്പോൾ ഗോസ് വെട്ടിയിട്ട് എന്താക്കുക? വെൻറ്റ്.
ഗോൻ്റെ പാസ്റ്റ് എന്താണ് വെൻറ്റ്. ടു മീറ്റ് ആരെ കാണാൻ പോയത്? അവൻ്റെ. ഹിം എന്ന് പറഞ്ഞാൽ അവനെ എന്നാണ്. അപ്പോൾ അവൻ്റെ എന്നുള്ളതിന് എന്താ പറയുക? ഹിസ്. അങ്കിൾ യെസ്റ്റർഡേ. ഇനി അടുത്തത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എന്തെഴുതണം? ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എന്താവണം? ക്യാപിറ്റൽ ആവണം. ഹിസ് അങ്കിൾ ഈസ്, കണ്ടോ എൻജിനീയറിൻ്റെ ഇ കണ്ടോ? വവ്വലുകൾക്ക് മുമ്പ് എന്താ ഉപയോഗിക്കേണ്ടത്? ആൻ. AEIOU. ഇനി ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഈസ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബിറ്റ്വീൻ എന്നുള്ളതിന് പകരം എന്തെഴുതുക? നിയർ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നടുക്ക് എന്നാണ് അർത്ഥം. നടുക്കല്ലല്ലോ, അടുത്തല്ലേ. അടുത്ത് എന്നുള്ളതിന് എന്താ പറയുക? നിയർ. ഹിസ് അങ്കിൾ, അവൻ്റെ അങ്കിളും അങ്കിളിൻ്റെ ഓണ്ടും അല്ലേ? അവൻ്റെ അങ്കിളും അവൻ്റെ ആൻറ്റിയും എന്നല്ലേ? അപ്പോൾ ഹിസ് അങ്കിൾ വിത്ത് ഹിസ് ഓണ്ട് എന്താ? അങ്കിള് വിത്ത് ഹിസ് ഓണ്ട്, ഓണ്ടിൻ്റെ കൂടെ എന്നാണ്. അങ്ങനെ പറ്റൂല. ഓണ്ടിൻ്റെ കൂടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലേ പറയാ? അങ്കിളും ആൻറ്റിയും അങ്ങനെയല്ലേ പറയാ? അതുകൊണ്ട് വിത്തിന് പകരം നമ്മൾ എന്ത് എഴുതണ്ടേ? ആൻഡ്. അവൻ്റെ അങ്കിളും അവൻ്റെ ആൻറ്റിയും ആർ വെരി ഫ്രണ്ട്ലി ടു അൻവർ. അൻവറിനോട് വളരെയധികം ഫ്രണ്ട്ലിയാണ്. ഹീ, അവൻ്റെ അങ്കിളിൻ്റെ ഫാമിലിയെ അവൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പോൾ എന്താണ്? ഹീ എന്ന് കഴിഞ്ഞിട്ട് ടു ബി എന്നുള്ളത് പകരം എന്ത് ചെയ്യുക? ഹീ ലവ്സ് ടു ബി വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി. കിട്ടിയ? ഹീ ലവ്സ് ടു ബി എന്നാണ് പറയുക. സാധാരണ രീതിയിൽ ആദ്യം ഒരു നൗണോ അല്ലെങ്കിൽ സബ്ജക്റ്റോ വന്നാൽ, അങ്ങനെയാണ് സാധാരണ രീതിയിൽ വരിക. നൗണോ അല്ലെങ്കിൽ സബ്ജക്റ്റോ. അതിനുശേഷം ഓക്സിലിയറി വേർബ് ഉണ്ടോ നോക്കുക. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ ഇത് വീഡിയോ കണ്ട് പഠിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. ഓക്സിലിയറി വേർബ് ഉണ്ടെങ്കിൽ അത് എഴുതുക. പ്ലസ് മെയിൻ വേർബ് എന്ത് ചെയ്യുക? എഴുതുക. പിന്നെയാണ് എന്ത് എഴുതേണ്ടത്? ഒബ്ജക്റ്റ് അവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. മനസ്സിലായല്ലോ? നേരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ചിലപ്പോൾ അവിടെ ഓക്സിലറി വേർബ് എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നേരെ എന്ത് ചെയ്യുക? സബ്ജക്റ്റ് എഴുതുക, പിന്നെ പറയാം വേർബ് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് എഴുതുക. ഇങ്ങനെയും വരാറുണ്ട്. ഓക്കെ, അതാണ് ഹീ ലവ്സ് ടു ബി എന്നാണ് വരേണ്ടത്. അല്ലാതെ ഹീ ബി ടു ലവ്സ് എന്നല്ല പറയുക. ഹീ ലവ്സ് ടു ബി എന്നാണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഇതിൽ പ്രൊജക്റ്റ് വർക്കാണ്. നമുക്കത് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതിൽ വേർഡ് ബൊക്കെയാണ് പറയുന്നത്. പിന്നെ ടങ് ട്വിസ്റ്റർ ഉണ്ട്. ടങ് ട്വിസ്റ്റർ അതായത് നമ്മളെ നാവുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുക. ഷീ സെൽസ് ഓൺ ദ ഷീ ഷോർ, അങ്ങനെ പറഞ്ഞു നോക്കാനുള്ള സംഭവമാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഒരു പിക്ചർ ഗ്ലോസറി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവർ സൈഡ്, റിവർ ബേസിൻ, റിവർ ബെഡ്, റിവർ പ്ലാന്റ്സ്, അങ്ങനെ ഓരോന്ന്. അത് നമുക്ക് പഠിക്കേണ്ട ഭാഗമല്ല. നമുക്ക് പഠിക്കേണ്ട ഭാഗമാണ് ഇപ്പോൾ ഞാൻ തന്നത്. ടങ് ട്വിസ്റ്റർ കേട്ടുഗുണങ്ങൾ, ഉരുളൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നാവ് ഇങ്ങനെ വളച്ച് പറയേണ്ടി വരും. അതാണ് ഷീ സെൽസ് ഓൺ ദ സീ ഷോ എന്ന് പറഞ്ഞിട്ട് നല്ല രസകരമായ പിന്നെ സംഭവമാണ് ടങ് ട്വിസ്റ്റർ. പലപ്പോഴും പലരും എന്ത് ചെയ്യാറുണ്ട്. നമുക്കൊന്നും അതിന് പിന്നെ നാവൊന്നും വഴങ്ങാത്തതുകൊണ്ടേ അതൊന്നും പറ്റാറില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും. അതുവരേക്കും stay home, stay safe, and goodbye.